ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണെന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് സിമ്പിളായിട്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അത് ചൂടായിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഏതെണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. അത് ചൂടായിട്ട് അതിലേക്ക് 4 മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 വലിയ പച്ചമുളക് നടുവേ കീറിയതും കറിവേപ്പിലയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അത് പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഉപ്പ് പാകത്തിന് സവോള വഴന്ന് വരാൻ വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. കൈയെടുക്കാതെ തന്നെ വഴറ്റിക്കൊണ്ടിരിക്കാം. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചൂട് പിടിക്കും. അപ്പോൾ മീഡിയം സൈസിലിട്ടിട്ട് തന്നെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ തന്നെ വഴറ്റുമ്പോഴത്തേക്കും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ജസ്റ്റ് ഒന്ന് ഞാൻ പേസ്റ്റ് ചതച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടെ ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, പിന്നെ ഓപ്ഷണലാണ് കേട്ടോ. ഇത് കറുപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കറുപ്പൊടി അത് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ജസ്റ്റ് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് എല്ലാം കൂടെ ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക, ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് പാതിന് വെള്ളം, ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ്, ചെറിയ കപ്പാണ് കേട്ടോ. ഇവിടുത്തെ പോലെ ചെറിയ കപ്പിന് 1 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അതിന് ശേഷം ഉപ്പ്, ഞാൻ സവാള വഴറ്റുന്ന സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്തിരുന്നത്. അപ്പോൾ ആ ഉപ്പും കൂടെ ഒന്നും കൂടെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. അപ്പോൾ എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു ഉപ്പ് കുറച്ചും കൂടെ. എന്നിട്ട് മിക്സ് ചെയ്ത് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം പുഴുങ്ങി വെച്ചിരുന്ന മുട്ട എടുത്ത് ഇതിലേക്ക് ഇടുക കേട്ടോ. മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്തിടുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മുട്ടക്കറി എന്ന് പറയുന്നത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഇരുന്ന് കാണുക കേട്ടോ. ബൈ.